അതിനും എനിക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയും ആയിരുന്നില്ല ആ സമയത്ത്. എനിക്ക് പറയാനുള്ള ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ വാർത്തയിലെ അല്ലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് ചാനലുകൾ, ഞാൻ തീർച്ചയായും ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല, രണ്ട് ചാനലുകൾക്കും വ്യക്തമായ ചില അജണ്ടയുള്ള മാധ്യമങ്ങളാണ്. അതിൽ നിങ്ങളിപ്പോൾ ഈ പത്രപ്രവർത്തനം ഇനി ഒരു മറ്റേ സമയമുള്ള ഒരു വാദം ആക്കരുത്. അതിലൊന്ന് ജനം ടി വിയും ഒന്ന് മീഡിയ വണ്ണും ആയിരുന്നു. അത് വന്നൊരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഈ രണ്ട് ചാനലുകളും എക്സൈസ് ഓഫീസിലേക്ക് അടക്കം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ എന്നോട് ഞാനൊരു പൊളിറ്റീഷ്യനായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബാബുജാൻ സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാം, അതിൻ്റെ എല്ലാ നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഭാഗമാണ് എൻ്റെ മകൻ അടങ്ങുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമൂഹം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിച്ച് അവനെ കൊണ്ടുവരേണ്ട ചുമതല എനിക്കാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അവൻ ചെയ്യാത്തൊരു കാര്യം വലിയ ഹൈലൈറ്റ് ആയി. ഇതിൻ്റെ എല്ലാ വാർത്തകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും അടുത്തിരുന്ന ഷെയ്ഖിനെ കാണിക്കായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചത്. ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം. അതാണ് ഒരുപക്ഷെ അമ്മ എന്ന നിലയിൽ എന്നെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ്. ഒരിക്കലും ആ മാധ്യമം പറഞ്ഞ വാർത്ത ശരിയല്ലായിരുന്നു. വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിച്ചതാ, കറക്റ്റായിട്ടും ടാർഗറ്റ് ചെയ്ത് എന്നെ ആക്രമിച്ച ഒരു മാധ്യമ വാർത്തയായിരുന്നു. അപ്പൊ അതിനകത്ത് എൻ്റെ പാർട്ടിയെ കൂടി നിങ്ങൾ വലിച്ചിടരുത് എന്ന് പറയുക. എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ച് അവരെല്ലാവരും അപ്പം തന്നെ എന്നെ വളരെ വിഷമത്തോടെ അവരെല്ലാവരും എന്നെ വിളിക്കുകയും നമുക്ക് പത്രക്കാരെ കാണുന്ന കാര്യം പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിനും എനിക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയും ആയിരുന്നില്ല ആ സമയത്ത്. എനിക്ക് പറയാനുള്ള ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കായംകുളം പട്ടണത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വീകാര്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ മാധ്യമ പ്രൊപ്പഗൻഡ നടന്നൊരു കാലമാണ് 2021 തെരഞ്ഞെടുപ്പ്, അസംബ്ലി ഇലക്ഷൻ. മാധ്യമങ്ങൾ തന്നെയാണ് ക്യാമ്പയിനിൽ രംഗത്ത് വന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഇപ്പം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷേ ആ കാലത്ത് പോലും ഇത്രയും പ്രൊപ്പഗൻഡ വന്നിട്ട് പോലും ഞങ്ങളുടെ പട്ടണത്തില് ജാതിപരമായോ മതപരമായോ കായംകുളം പട്ടണത്തിലൊരു വേർതിരിവ് ഇന്ന് വരെ CPM ഇവിടുത്തെ പട്ടണത്തിലെ ഓരോ വിഭാഗം വ്യാപാരികളുമായിട്ട് ബന്ധമുണ്ട്, ഓരോ ലീഡേഴ്സിനും ബന്ധമുണ്ട്. അത് ആരും മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ഞാൻ എന്തോ ഒരു മതം പറഞ്ഞു എന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാരും കേൾക്കുന്നില്ലല്ലോ. ചിലരുടെ എന്തെങ്കിലും നിലപാടാണോ അതിൻ്റെ അകത്ത്? ജനം TV-യുടെ മീഡിയ വൺ ചാനലിൻ്റെ എന്നുള്ള ഞാൻ മീഡിയ വണ്ണിന്റെ മാത്രമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് ചാനലിനും അതിൻ്റെതായ ചില അജണ്ടകൾ ഉണ്ട് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിന് അറിയാം. ആ ചാനലുകൾ അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അപ്പൊ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തില് നമ്മുടെ കായംകുളത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിരെയാണെന്ന് പറഞ്ഞ് ചില ലേഖ